അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അള്ളാഹു തന്നെയാണ്. മാമരുഭൂമിയും മരതക്കാടും തീർത്തവനേ എൻ തമ്പുരാനെ, മലരും മലരിൽ മധുവും മണവും ചേർത്തവനേ യാദൽ ജലാലേ. വാഴ്ത്തുന്നു ഞങ്ങൾ നിൻ തിരുനാമം, തീർത്തു ഹന്ദിൻ ഇല്ല വിലാപം. വാഴ്ത്തുന്നു ഞങ്ങൾ നിൻ തിരുനാമം, തീർത്തു ഹന്ദിൻ ഇല്ല വിലാപം. കാത്തരുൾ ജല്ല ജലാലേ, കഥനം നീ കുജലീലേ. മാമരുഭൂമിയും മരതക്കാടും തീർത്തവനേ എൻ തമ്പുരാനെ, മലരും മലരിൽ മധുവും മണവും ചേർത്തവനേ യാദൽ ജലാലേ. അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു വിളിച്ച രീതി എങ്ങനെയാണ്? മറ്റുള്ള പ്രവാചകന്മാരെ പേരുകളെ അള്ളാഹു എടുത്തു വിളിച്ചു, അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ചത് യാ ഇബ്രാഹിം എന്ന് വിളിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചപ്പോഴും മൂസ എന്ന് വിളിച്ചു. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചപ്പോഴും യഹ്യ എന്ന് വിളിച്ചു. ഓരോ പ്രവാചകന്മാരെ വിളിച്ചപ്പോഴും, ഓരോ പ്രവാചകന്മാരെ അള്ളാഹു വിളിച്ചപ്പോഴും അവരെയൊക്കെ പേരെടുത്താണ് അള്ളാഹു വിളിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെടുത്ത് അള്ളാഹു വിളിച്ചിട്ടില്ല. മുഹമ്മദ് എന്ന് അള്ളാഹു വിളിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേര് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പേരുകൾ? ആദം, ഇദ്രീസ്, നൂഹുൻ, ഹൂദും, നബി സാലിഹ്, ലൂത്തും, ഇബ്രാഹിം സന്തതികൾ, ഇസ്മായിലും ഇസ്ഹാക്കും, യഅ്കൂബ്, ജിണ്ടും അതിമുകലെങ്കും പവിഴം പുലഴകിടും അരശലം തിരി യൂസുഫ് അവരും, അണികളിൽ വിലസിടും നബി അയ്യൂബ് അവരും, ശുഐബ്, ബാദു, സുലൈമാനും ഹാറും നബിയും, മൂസാ, ഹൂദും, അൽയസ, ഇൽയാസും, യൂനുസുമേ, സക്കരിയ, ദാവൂദും, യഹ്യ, ഈസ, മുഹമ്മദ് നബിയുല്ലാ, താജുൽ അംബിയ സല്ലല്ലാഹ്. 25 പ്രവാചകന്മാരുടെ പേരാണിത്. ഈ 25 പ്രവാചകന്മാരുടെ പേര് പഠിക്കൽ നിർബന്ധമാണ്. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. ഈ 25 പ്രവാചകന്മാരുടെ പേരിൽ അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെയുള്ള എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു പേരെടുത്താണ് വിളിച്ചത്. ഓരോ പ്രവാചകന്മാരെയും പേര് പറഞ്ഞാണ് വിളിച്ചത്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചപ്പോൾ യാ മുഹമ്മദ് എന്ന് അല്ലാഹു വിളിച്ചില്ല. എന്തുകൊണ്ടാണ്? പ്രവാചകനോടുള്ള അതിയായ ബഹുമാനവും പ്രവാചകനോടുള്ള അതിര് കവിഞ്ഞുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ, നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ പേരെടുത്ത് വിളിക്കാൻ നമുക്കൊരു താല്പര്യക്കുറവല്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹമ്മദേ മുഹമ്മദേ എന്ന് വിളിക്കാൻ അള്ളാഹുവിന് താല്പര്യം തോന്നിയില്ല. പകരം അവിടെ വിളിച്ചത് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ നബിയല്ലാഹ്, യാ അയ്യുഹൻ നബി, യാ അയ്യുഹൽ മുസമ്മിൽ. ഇങ്ങനെയൊക്കെയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു വിളിച്ചത്. ഇത് സ്നേഹത്തിന്റെ അടയാളമാണ്. രണ്ടാമത്തെ രീതി എന്താണ്? രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാണ്, അള്ളാഹുവും അവന്റെ മലക്കുകളും അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നു. ഇത് സ്നേഹത്തിന്റെ അടയാളമാണ്. അള്ളാഹു എന്തെങ്കിലും ഒരു അമല് ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു നിസ്കരിക്കുന്നില്ല? ഇബാദത്ത് മുഴുവനും അള്ളാഹുവിന്റെ അടിമകൾക്കാണ്. അള്ളാഹുവിന് ഇബാദത്തില്ല, അള്ളാഹുവിന് നിസ്കാരമില്ല, അള്ളാഹ് നോമ്പ് പിടിക്കേണ്ട കാര്യമില്ല, അള്ളാഹ് സക്കാത്ത് കൊടുക്കേണ്ട കാര്യമില്ല, അള്ളാഹ് ഹജ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ അടിമകൾക്ക് വേണ്ടി നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു അമലും അള്ളാഹു ചെയ്യുന്നില്ല. പക്ഷേ ഖുർആൻ പറയുന്നു, അള്ളാഹുവും അവന്റെ മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വിശ്വാസികളെ, അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ച സമുദായമേ, നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലണേ. അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് അള്ളാഹു വിശ്വാസികളോട് പറയാണ്, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലാൻ. ഇത് സ്നേഹത്തിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണ്. സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അംദതതുലഉ ബൈനനാ ഫിൽ كواكب كالبدور بل وأشرف منه يا سيدي خير النبي أمدب أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي.